ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ലെമൺ ഡേറ്റ്സ് പിക്കിൾ പ്രിപ്പയർ ചെയ്യാം. 1/2 കിലോ ലെമൺ നാലായി കട്ട് ചെയ്തതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 350 ഗ്രാം ഡേറ്റ്സ് സീഡൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 40 to 45 ഡേറ്റ്സ് ഉണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനേഗർ ചേർക്കാം. ഡേറ്റ്സിന് ചെറിയ പുളിയൊക്കെ ഒന്ന് ഇറങ്ങാനും ചെറുതായിട്ടൊന്ന് സോക്കാവാനും വേണ്ടിയിട്ടാണ് വിനേഗർ ചേർത്തത്. ലെമണും ഡേറ്റ്സും അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. 2 വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആദ്യം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മുഴുവനെയാണ് നമ്മൾ ചേർക്കുന്നത്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഇവിടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 10 കാന്താരിമുളക് 2ആയി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനേഗർ ചേർക്കാം. ഇനി ആദ്യം ലെമൺ ആഡ് ചെയ്യാം. ഡേറ്റ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പാൻ ക്ലോസ് ചെയ്ത് വെച്ച് 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ലെമണിൽ നിന്നുള്ള ജ്യൂസൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ട്. ഒന്ന് ബോയിൽ ചെയ്ത് ഗ്രേവിയൊക്കെ ഒന്ന് ടൈറ്റായിട്ട് വരണം. ഓൾമോസ്റ്റ് നമ്മളെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 5 ദിവസം നമുക്ക് ഗ്ലാസ് ജാറിൽ തണുക്കുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കണം. 5 ദിവസത്തിന് ശേഷം യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിക്കിളാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് വഴി പറയണം. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും.